ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കെമിസ്ട്രിയിലെ 13ാം ഗ്രൂപ്പ് മൂലങ്ങളെക്കുറിച്ചും 14ാം ഗ്രൂപ്പ് മൂലങ്ങളെക്കുറിച്ചും പഠിക്കാം. ആദ്യമായി 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം എന്നിവ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് 13ാം ഗ്രൂപ്പ് അഥവാ ബോറോൺ കുടുംബം. ബോറോൺ കുടുംബം അഥവാ 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം എന്നിവ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം 7%. അലൂമിനിയമാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം. കൈവെള്ളയുടെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഗാലിയം. ഗാലിയമാണ് കൈവെള്ളയുടെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം. കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന അലുമിനിയം സംയുക്തമാണ് അലുമിനിയം സിലിക്കേറ്റ്. അലുമിനിയം സിലിക്കേറ്റ് ആണ് കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന അലുമിനിയം സംയുക്തം. അലൂമിനിയം ക്ലോറൈഡിൽ നിന്നും പൊട്ടാസ്യം ഉപയോഗിച്ച് അലൂമിനിയത്തെ ആദ്യമായി വേർതിരിച്ച ശാസ്ത്രജ്ഞൻ യെസ്റ്റഡ് ആണ് അലൂമിനിയം ക്ലോറൈഡിൽ നിന്നും പൊട്ടാസ്യം ഉപയോഗിച്ച് അലൂമിനിയത്തെ ആദ്യമായി വേർതിരിച്ച ശാസ്ത്രജ്ഞൻ. അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. ബോക്സൈറ്റ് എന്നാണ് അലൂമിനിയത്തിന്റെ അയിര് അറിയപ്പെടുന്നത്. തുണികളിൽ ചായം പറ്റിപ്പിടിക്കുന്നതിന് സഹായിക്കുന്നതിനായി മോർഡന്റായി ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം സംയുക്തം ആലം. ആലമാണ് തുണികളിൽ ചായം പറ്റിപ്പിടിക്കുന്നതിന് സഹായിക്കുന്നതിനായി മോർഡന്റായി ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം സംയുക്തം. അഗ്നിശമനികളിലും ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തം ആലം. ആലമാണ് അഗ്നിശമനികളിലും ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള രണ്ടാമത്തെ പദാർത്ഥം കോറണ്ടം. ഇത് അലുമിനിയത്തിന്റെ ധാതുവാണ്. അലുമിനിയത്തിന്റെ ധാതുവായ കോറണ്ടമാണ് ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള രണ്ടാമത്തെ പദാർത്ഥം. തുണികൾ അലക്കുമ്പോൾ നല്ല വെളുപ്പ് നിറം കിട്ടാൻ ഉപയോഗിക്കുന്ന നീലം ലാപ്പിസ് ലസൂലി എന്ന അലുമിനിയം ധാതു. അലുമിനിയത്തിന്റെ ധാതുവായ ലാപ്പിസ് ലസൂലിയാണ് തുണികൾ അലക്കുമ്പോൾ നല്ല വെളുപ്പ് നിറം കിട്ടാൻ ഉപയോഗിക്കുന്ന നീലം. മരതകത്തിന്റെ രാസനാമം ബെർലിയം അലൂമിനിയം സിലിക്കേറ്റ്. ബെർലിയം അലൂമിനിയം സിലിക്കേറ്റ് എന്നാണ് മരതകത്തിന്റെ രാസനാമം. ഇനി നമുക്ക് 14ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ച് വിശദമായി നോക്കാം. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ് എന്നിവയാണ് 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അഥവാ കാർബൺ കുടുംബം. കാർബൺ ഫാമിലി അഥവാ 14ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ് എന്നിവ. സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം കാർബൺ. കാർബൺ ആണ് സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. ഓക്സിജൻ കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം സിലിക്കൺ 24%. സിലിക്കൺ ആണ് ഓക്സിജൻ കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. കാർബണിന്റെ 2 രൂപാന്തരങ്ങൾ വജ്രവും ഗ്രാഫൈറ്റും. വജ്രവും ഗ്രാഫൈറ്റുമാണ് കാർബണിന്റെ 2 രൂപാന്തരങ്ങൾ. എന്നാൽ ഇപ്പോൾ കാർബണിന് 5 രൂപാന്തരങ്ങളാണ് ഉള്ളത്. പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം വജ്രം.
വജ്രമാണ് പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. വജ്രത്തിന്റെ ഭാരം നിർണ്ണയിക്കുന്നത് ക്യാരറ്റ് യൂണിറ്റിൽ. ക്യാരറ്റ് യൂണിറ്റിലാണ് വജ്രത്തിന്റെ ഭാരം നിർണ്ണയിക്കുന്നത്. വജ്രത്തിന്റെ കാഠിന്യം അളക്കുന്നത് മോബ്സ് സ്കെയിൽ ഉപയോഗിച്ച്. മോബ്സ് സ്കെയിൽ ഉപയോഗിച്ചാണ് വജ്രത്തിന്റെ കാഠിന്യം അളക്കുന്നത്. വജ്രത്തിനേക്കാൾ കാഠിന്യമുള്ള കൃത്രിമ പദാർത്ഥം ബോറസോൺ, ബോറോൺ നൈട്രൈഡ്. ബോറോൺ നൈട്രൈഡ് എന്നറിയപ്പെടുന്ന ബോറസോൺ ആണ് വജ്രത്തേക്കാൾ കാഠിന്യമുള്ള കൃത്രിമ പദാർത്ഥം. ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. ഡ്രൈസെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന പദാർത്ഥം കാർബൺ. കാർബൺ ആണ് ഡ്രൈസെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന പദാർത്ഥം. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം വജ്രം. വജ്രമാണ് കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം. വൈദ്യുതി കടത്തിവിടാത്ത കാർബണിന്റെ രൂപം വജ്രം. വജ്രമാണ് വൈദ്യുതി കടത്തിവിടാത്ത കാർബണിന്റെ രൂപം. വാഹനങ്ങളിൽ ലൂബ്രിക്കന്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് വാഹനങ്ങളിൽ ലൂബ്രിക്കന്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം. കാർബൺ വായുവിൽ കത്തുമ്പോഴുണ്ടാകുന്ന ഉൽപ്പന്നം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് കാർബൺ വായുവിൽ കത്തുമ്പോഴുണ്ടാകുന്ന ഉൽപ്പന്നം. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 0.03%. 0.03% അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം. സോഡാജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് സോഡാജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന വാതകം. സോഡാജലത്തിന്റെ രാസനാമം കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് എന്നാണ് സോഡാജലത്തിന്റെ രാസനാമം. സോഡാജലം കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി. ജോസഫ് പ്രീസ്ലിയാണ് സോഡാജലം കണ്ടെത്തിയത്. സിഗരറ്റ് ലൈറ്ററുകളിൽ നിറയ്ക്കുന്ന വാതകം ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ ആണ് സിഗരറ്റ് ലൈറ്ററുകളിൽ നിറയ്ക്കുന്ന വാതകം. പാചകവാതകത്തിന് മണം നൽകുന്ന വസ്തു ഈഥൈൻ മെർക്യാപ്റ്റൻസ്. ഈഥൈൻ മെർക്യാപ്റ്റൻസ് ആണ് പാചകവാതകത്തിന് മണം നൽകുന്ന വസ്തു. പാറ്റാഗുളിക എന്നറിയപ്പെടുന്ന കാർബൺ സംയുക്തം നാഫ്തലിൻ. നാഫ്തലിൻ ആണ് പാറ്റാഗുളിക എന്നറിയപ്പെടുന്ന കാർബൺ സംയുക്തം. വെളിച്ചെണ്ണ ലയിക്കുന്ന പദാർത്ഥം ബെൻസീൻ. ബെൻസീൻ ആണ് വെളിച്ചെണ്ണ ലയിക്കുന്ന പദാർത്ഥം. ബെൻസീൻ കണ്ടെത്തിയത് മൈക്കൽ ഫാരഡേ ആണ്. മൈക്കൽ ഫാരഡേ ആണ് ബെൻസീൻ കണ്ടെത്തിയത്. നോൺ സ്റ്റിക് പാചകപാത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം ടെഫ്ലോൺ. ടെഫ്ലോൺ ആണ്
നോൺ സ്റ്റിക് പാചകപാത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം. പ്രോട്ടീൻ നിർമ്മാണത്തിലെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡുകൾ. അമിനോ ആസിഡുകളാണ് പ്രോട്ടീൻ നിർമ്മാണത്തിലെ അടിസ്ഥാന ഘടകം. Subscribe for more videos. To get instant notification for new videos, click on the bell icon.